കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊലോസ്യർ എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളതിനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോൾ കൊലോസ്യ സഭയെ വിട്ട് ദൂരസ്ഥനായിരുന്ന അപ്പോസ്തലൻ പൗലോസ് ആ കൊലോസ്യ സഭ വീണ്ടും ദൈവത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നതിനെ കണ്ട് ഞാൻ ആത്മാവിൽ സന്തോഷിക്കുന്നു എന്ന്. ഞാൻ ദൂരസ്ഥനാണെങ്കിലും ക്രിസ്തുവിൻ്റെ ആത്മാവ് കൊണ്ട് ഞാനും നിങ്ങളും ഒത്താണ് എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, നാം ഒരു ക്രിസ്തുവിൽ ഒന്നായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ ധരിച്ചവർ ഭൂമിയിൽ എവിടെയായിരുന്നാലും, നാം ഇപ്പം ഇന്ത്യയിലിരുന്നിട്ട് വെളിരാജ്യങ്ങൾ ഒരാളിരുന്നാലും, അപ്പോൾ നാം ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഇരിക്കുന്ന നമ്മയും അല്ലെങ്കിൽ ദൂരെ ഇരിക്കുന്ന ഒരാളെയും നടത്തുന്നത് ഒരേ ആത്മാവിനാൽ ഒരേ ശക്തിയാലാണ്. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം എപ്പോഴും ദൂരസ്ഥരായിരിക്കുന്നവർക്കും ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒത്തുകൂടി പ്രാർത്ഥിക്കുവാനും ഒത്തുകൂടി കർത്താവിൻ്റെ അത്ഭുതങ്ങളെ നാം പങ്കുവയ്ക്കുവാനും നാം മറക്കരുത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, നാം കർത്താവിൻ്റെ വചനം പറയുന്നത്, ഞാൻ സമീപത്തിന് മാത്രമല്ല ദൂരത്തിനും കർത്താവായിരിക്കുന്നു എന്ന് വചനം പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആത്മാവ് ഇപ്പോൾ നാം എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഒരേ ആത്മാവിനാൽ നടത്തപ്പെടുന്നത് കൊണ്ട് ക്രിസ്തുവിൽ നാം ഒന്നാകുന്നു. ക്രിസ്തുവിനെ ആത്മാവ് ധരിച്ചവർ ക്രിസ്തുവിൽ ഒന്നാകുന്നു എന്ന് ഈ വചനത്തിൽ മനസ്സിലാക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നത് പോലെ കർത്താവെ ഞങ്ങളിലുള്ളവർ എത്ര ദൂരത്തിലായിരുന്നാലും അവർ ക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്തിൽ, ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ, കർത്താവിൻ്റെ ആത്മാവിനാൽ കർത്താവെ നാം ഒരുമിച്ചിരിക്കുന്നു എന്ന് ദൈവവചനം പറയുമ്പോൾ, കർത്താവെ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന നിൻ്റെ മക്കളുടെ കുടുംബാംഗങ്ങൾ ഏത് രാജ്യത്തിൽ, ഏത് സ്ഥലത്തിൽ, ഏത് ഡിസ്ട്രിക്റ്റിൽ മാറിയിരുന്നാലും ഇവർ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, അവർ ആയിരിക്കുന്ന സ്ഥലത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വഴികൾ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും അങ്ങയുടെ വചനത്തിൽ നിലനിന്ന് ജീവിപ്പാൻ ഇവർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൃപയോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.